ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നൂറാസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നൊരു സ്ലീവിൻ്റെ ഡിസൈനായിട്ടാണ് കേട്ടോ വന്നേക്കുന്നത്. ഇത് ബിഗിനേഴ്സിനൊക്കെ എന്തായാലും സംശയമുള്ള ഒരു കാര്യത്തിനുള്ള പരിഹാരമായിരിക്കും. നമുക്ക് ചുരിദാർ വെട്ടി തയ്ക്കുമ്പോൾ സ്ലീവിന് ജോയിൻ്റൊക്കെ വരാറില്ലേ, സ്ലീവിന് ലെങ്ത്ത് കിട്ടാണ്ട് ഒരു ജോയിൻറ്റ് വരാറുണ്ട്. അപ്പോൾ അതിനൊക്കെ ഉള്ളൊരു പരിഹാരമുണ്ട് ഈ വീഡിയോ. അപ്പോൾ എനിക്കിവിടെ സ്ലീവിന് 11 ഇഞ്ച് ലെങ്ത്താണ് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ അതിനൊരു ജോയിൻ്റ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയാണ്. എനിക്ക് ഫിനിഷിങ് 18 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ അതിൻ്റെ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ബാക്ക് പ്ലെയിനും ഫ്രണ്ട് പ്രിൻ്റ് ആണ് കേട്ടോ. ഇങ്ങനത്തെ ഇതേപോലത്തെ പ്രിൻറ്റുമ്പോൾ ഒരു ഡിസൈൻ വർക്കാണ്. അപ്പോൾ ആ ഡിസൈൻ വർക്ക് താഴെ ജോയിൻ്റ് ചെയ്ത് കൊടുക്കാമെന്നാണ് കേട്ടോ ഞാൻ വിചാരിച്ചേക്കുന്നത്. അപ്പോൾ ആ ജോയിൻറ്റ് നമുക്ക് അറിയാണ്ട് അതെങ്ങനെ പിടിപ്പിക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോ കാണിക്കുന്നത്. എനിക്ക് ഫിനിഷിങ് ഇവിടെ 18 ഇഞ്ചാണ് ലെങ്ത്ത് വേണ്ടത്. പക്ഷേ തയ്യൽ തുമ്പോടുകൂടി 19 ഇഞ്ച് വേണം. അതിനുവേണ്ടി ആ പീസ് കറക്റ്റായിട്ട് എനിക്ക് കിട്ടും. അപ്പം ഞാൻ ആ പീസ് ആ സ്ലീവിൻ്റെ ആ ഭാഗത്ത് ജോയിൻ്റ് ചെയ്തിട്ട് ലേസ് വയ്ക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. അതിനാദ്യം തന്നെ നമുക്ക് വേണ്ടത് ആ പീസ് ഈ സ്ലീവുമ്മ ജോയിൻ്റ് ചെയ്ത് പിടിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനാവശ്യമുള്ള നീളത്തിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് കറക്റ്റായിട്ട് വെച്ചിട്ട് അതൊപ്പം മടക്കി വെച്ചേക്കണേണത്. അത് ആവശ്യത്തിനുള്ള നീളം എനിക്കവിടെ കിട്ടും. അത് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് ഈ സ്ലീവുമ്മ ജോയിൻ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ജോയിൻ്റ് ചെയ്തെടുക്കുമ്പോൾ രണ്ട് ഭാഗം തേരാണ് കേട്ടോ വന്നത്. അപ്പോൾ തേരും തമ്മിൽ ജോയിൻ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ആ തുണി അവിടെ നിന്ന് നൂലെഴുന്ന് പോകുന്നുള്ള പേടി ഒന്നും വേണ്ട. പിന്നെ തേരിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തേരുമിട്ട് സ്റ്റിച്ച് ചെയ്യരുത്. തേരിൻ്റെ ഇപ്പുറത്തിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. തേരുമ്മ കൂടെ ഇട്ട് സ്റ്റിച്ച് ചെയ്താൽ ഭയങ്കര ചുളുക്കായിരിക്കും. അതായത് എങ്ങനെ തേച്ചാലും ആ ചുളുക്ക് പോകില്ല. അപ്പോൾ തേര് കഴിഞ്ഞിട്ടുള്ള ഭാഗത്തിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ. അല്ലെങ്കിൽ ചുരിദാറിന് അവിടെ ഇങ്ങനെ ചുരുക്ക് പോലെ കിടന്ന വൃത്തികേടല്ലേ. ചുരിദാറിനല്ല, ഏത് ഭാഗം ജോയിൻ്റുള്ള ഭാഗം എടുത്തെറിയണത് ഈ ചുരുക്ക് കൊണ്ടാണ്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി തേരുമ്മ കൂടെ സ്റ്റിച്ച് ചെയ്തത് തേരിൻ്റെ ഒരു പോയിൻ്റ് ഇപ്പുറത്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. തേരുമ്മ കൊള്ളാണ്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കേട്ടോ. അപ്പോൾ ഞാനിതിവിടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ആ സ്ലീവിൻ്റെ കറക്റ്റ് അളവിൽ നമുക്കിത് കട്ട് ചെയ്ത് മാറ്റാം ആദ്യം തന്നെ. അപ്പോൾ ഇതിങ്ങനെ കിടക്കണത് നമുക്ക് തന്നെ ഒരു ഐഡിയ കിട്ടൂലല്ലോ. അപ്പോൾ ഇത് സ്ലീവ് ഒപ്പം വെച്ചിട്ട് ഞാനിത് സ്ലീവിൻ്റെ കൈവണ്ണമൊക്കെ അടയാളപ്പെടുത്തി ലെങ്ത്തൊക്കെ മാർക്ക് ചെയ്ത് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പോകണം കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോൾ ആ ജോയിൻ്റൊക്കെ കറക്റ്റായിട്ട് ഒപ്പം വെച്ചിട്ട് വേണം കേട്ടോ നമ്മൾ ലെങ്ത്തിൻ്റെ ഭാഗമൊക്കെ വെട്ടിയെടുക്കാൻ. അപ്പോൾ നമുക്ക് സെൻറ്റർ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ആവശ്യമുള്ള ലെങ്ത്ത് ഇവിടെ മാർക്ക് ചെയ്യണം. ഇവിടെ എനിക്ക് 19 ഇഞ്ചാണ് തയ്യൽ തുമ്പോടുകൂടി വേണ്ടത്. അത് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ആ ലെങ്ത്ത് കറക്റ്റ് ചെയ്ത് കട്ട് ചെയ്യണം. ഇതിവിടെ ലെങ്ത്ത് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കൈയുടെ വണ്ണം അടയാളപ്പെടുത്താം. എനിക്ക് ഫിനിഷിങ് വേണ്ടത് 6 ഇഞ്ചാണ്. അതിന് 6 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ബാക്കി തയ്യൽ തുമ്പും കൂടി മാർക്ക് ചെയ്ത് ബാക്കിയുള്ള ഭാഗം വെട്ടിക്കളയണം കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള സ്ലീവിൻ്റെ ലെങ്ത്ത് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്ലീവും ഈ ജോയിൻറ്റും ഇതൊരു ജോയിൻ്റാണെന്ന് അറിയാത്ത രീതിയിൽ നമുക്കിത് വർക്ക് ചെയ്യണ്ടേ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബ്ലാക്ക് ലേസ് എടുത്തിട്ടുണ്ട്. ആ ലേസ് വെച്ചാണ് ഇതുമ്പോൾ വർക്ക് ചെയ്യണേ കേട്ടോ. ഇത് മീറ്റർ 12 രൂപയുള്ളൂ. ഇതിന് ഏകദേശം ഒരു 3.25 മീറ്ററോളം എനിക്കിത് വന്നിട്ട് 2 സ്ലീവിനും കൂടി. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇതിൻ്റെ കൈയുടെ അരികെ മടക്കി അടിച്ചു കൊടുക്കണം. അപ്പോൾ ഈ ഭാഗത്ത് വല്ല കയറ്റർക്കൊക്കെ ഉണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. എന്നിട്ട് 2 മടക്കാക്കി കൈ ആദ്യം അടിച്ചു കൊടുക്കണം. സാധാരണ ഞാൻ ലൈനിങ് ചുരിദാർ അടിക്കുമ്പോൾ സ്ലീവിൻ്റെ ലൈനിങ് ഇതിൻ്റെ ഒപ്പം വെച്ചെന്ന് പറഞ്ഞാൽ താഴെ വരെ വന്നിട്ട് അതും കൂടി കൂട്ടി അടിക്കാറില്ല. സ്ലീവ് ആദ്യം മടിക്കടിക്കും, പിന്നെ ലൈനിങ് വേറെ ആയിട്ടാണ് മടിക്കടിക്കുന്നത്. നമ്മൾ ചുരിദാറിൻ്റെയൊക്കെ അടിഭാഗം മടിക്കടിക്കില്ല, അതുപോലെ ഇതൊപ്പം മടിക്കി വെച്ച് അടിച്ചാൽ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ നമ്മൾ 2 ഇടലൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ലൈനിങ്ങൊക്കെ ചുരുങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ലീവിൻ്റെ ഭാഗം ഇങ്ങനെ ചുളുക്ക് വരും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ സ്ലീവും ലൈനിങ്ങും ഒരുമിച്ച് വെച്ച് അടിക്കാറില്ല കേട്ടോ. ബാക്കിയുള്ള ഭാഗമൊക്കെ ഒരുമിച്ച് വെച്ച് അടിക്കും. ലെങ്ത്തിൻ്റെ ഭാഗം വേറെ ആയിട്ടാണ് സെപ്പറേറ്റ് ആയിട്ട് അടിക്കണത്. അതുകൊണ്ട് നമുക്ക് ഈ സ്ലീവിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ട് ലൈനിങ് അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. ഇനി നമുക്ക് ഇതുമ്മ ലേസിൻ്റെ വർക്ക് ചെയ്യാം. അതിനാദ്യം തന്നെ ഞാൻ അടിഭാഗത്ത് ലേസ് ഒരു ലെയർ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ.
അത് സ്ലീവിൻ്റെ മോൾ ഭാഗത്തായിട്ടാണ് ലേസ് വെച്ചെടുക്കണേ. കാരണം നമുക്ക് മുകളിൽ അതിൻ്റെ മുകളിലും 3 ലെയറായിട്ട് ലേസ് വരുന്നുണ്ട്. അതും ഇതുപോലെ തന്നെയാണ് വെച്ചെടുക്കണത്. അപ്പോൾ ഞാനിത് സ്ലീവുമ്മ ഈ ലേസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ഇത് തയ്യൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ബിഗിനേഴ്സിനൊക്കെ ഒരുപാട് ഹെൽപ്ഫുള്ളാവുമെന്ന് കരുതുന്നു. അത്രയ്ക്ക് ഈസി ആയിട്ടുള്ളൊരു സ്ലീവാണിത്. നമുക്ക് ജോയിൻ്റൊക്കെ ചില ചുരിദാറിനൊക്കെ നമുക്ക് ഇതുപോലുള്ള ജോയിൻസൊക്കെ വരും. ഒന്നല്ലെങ്കിൽ നീളത്തിലുള്ള ജോയിൻ്റ് ആയിരിക്കും. ഇതിപ്പോൾ ഇങ്ങനത്തെ പ്രിൻ്റ് ആയതുകൊണ്ട് ഞാൻ വട്ടത്തിൽ ജോയിൻറ്റ് വരുന്ന രീതിയിൽ കട്ട് ചെയ്തെന്നുള്ളൂ കേട്ടോ. ഇതിപ്പോൾ ഒരു മെത്തേഡാണ്, ജോയിൻ്റ് ഇട്ട് തയ്ക്കുന്നതിൻ്റെ ഒരു മെത്തേഡാണ് ഇത്. ഇപ്പോൾ ആ ഒരു ലേസ് ഞാനിവിടെ പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഡിസൈൻ വന്നത് ഇതുപോലെയല്ലേ, അത് കാരണം കൊണ്ട് ഞാൻ ഈ ഭാഗത്തായിട്ട് ഒരു ലേസും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അതും ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ പോർഷനിൽ വെറുതെ ഒരു ഡിസൈൻ മാത്രമേ ഉള്ളൂ. ബാക്കി 2 സൈഡിലും ഒരു സീക്വൻസ് വർക്കൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഒരു ത്രെഡ് വർക്കും വന്നിട്ടുണ്ട്, ഒരു സീക്വൻസ് വർക്കും വന്നിട്ടുണ്ട്. അപ്പോൾ അത് കാരണം അവിടെ ഒന്നും നമ്മൾ ചെയ്യേണ്ട. പക്ഷേ സെൻറ്റർ ഭാഗത്ത് വെറുതെ ഒരു പ്രിൻറ്റ് മാത്രമേ ഉള്ളൂ. അവിടെ വേണമെങ്കിൽ നമുക്ക് ചെയിൻ സ്റ്റിച്ചിട്ട് തുന്നിയൊക്കെ കൊടുക്കാം കേട്ടോ. എൻ്റെ കയ്യിൽ ബ്ലാക്ക് നൂല് ഇല്ലാത്തതുകൊണ്ട് ഞാനത് ചെയ്യണില്ല. ഇപ്പോൾ 2ാമത്തെ ലെയർ കഴിഞ്ഞിട്ട് ഇനി 3ാമത്തെ ലെയറും ആ ബോക്സിൽ തന്നെ വരുന്ന രീതിയിൽ ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ 3ാമത്തെ ലെയർ ലേസ് ആ ഭാഗത്ത് വെച്ചിട്ട് പിന്നെ 4ാമത്തത് വന്നത് ജോയിൻറ്റിൻ്റെ ഭാഗത്താണ് കേട്ടോ. അപ്പോൾ ജോയിൻ്റ് ഒട്ടും തന്നെ അറിയയില്ല. ഈ മുട്ടിൻ്റെ താഴത്തേക്ക് ഇതൊരു ഡിസൈൻ വർക്കായിട്ട് കിടക്കുകയും ചെയ്യും. അപ്പോൾ ഈ ഇങ്ങനെയുള്ള ഇതൊക്കെ വരുമ്പോൾ നമുക്ക് നമ്മുടെ ഐഡിയ അനുസരിച്ച് എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചുരിദാറിന് അതൊക്കെ നല്ലൊരു ഹൈലൈറ്റ് ആവും. ഇപ്പോൾ നമ്മൾ ഷോളൊക്കെ ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ സ്ലീവിനൊക്കെ ആയിരിക്കും കൂടുതൽ ഇടുപ്പ് വന്നത്. അപ്പോൾ ആ ഭാഗങ്ങളൊക്കെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വർക്കൊക്കെ ചെയ്ത് ഹൈലൈറ്റ് ആക്കിയാൽ നല്ല ഭംഗിയുണ്ടാവും. ഇതിപ്പോൾ ഒരു സെറ്റ് ചുരിദാറാണ്. അപ്പോൾ ഇതുമ്പോൾ ഈ വർക്കല്ലാണ്ട് വേറെ വർക്കൊന്നും വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ഇതുപോലെ സെറ്റ് ചുരിദാറൊക്കെ കിട്ടിയാലും ഷോളുമ്പളും ഇതേപോലെ സ്ലീവുമ്പഴും എന്തെങ്കിലുമൊക്കെ വർക്കൊക്കെ ചെയ്ത് ഇടുന്നുണ്ടെങ്കിൽ ചുരിദാറിന് വേറൊരു ലുക്കാണ് വരുന്നത്. ഞാൻ ഇതിൻ്റെ ചുരിദാറിൻ്റെ ഷോളുമ്പളും ഇതുപോലെ ലേസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കൊടുത്താണ് ചുരിദാർ ഇട്ടത്. അപ്പോൾ അതും ഒരു നമ്മൾ തന്നെ നമ്മുടേതായ ഒരു ഐഡിയയിൽ ചെയ്തെടുത്തൊരു വർക്കാണ്. നമുക്കതുപോലെ സെറ്റ് ചുരിദാറൊക്കെ മേടിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ഒരു കയ്യൊപ്പും കൂടി അതിനകത്ത് കൊടുക്കുമ്പോൾ അതൊരു ഭംഗിയല്ലേ. ഇതിപ്പോൾ ജോയിൻറ്റിൻ്റെ മീതെ വെച്ച് ജോയിൻറ്റ് കാണാത്ത രീതിയിൽ ഞാൻ ഈ ലേസ് വെച്ച് അടിക്കാം കേട്ടോ. ഇപ്പോൾ ലേസ് തികയില്ല എന്ന് വിചാരിച്ച് ഞാൻ തയ്യൽ തുമ്പിൻ്റെ ഭാഗത്തേക്ക് അധികം തയ്യൽ തുമ്പിനുള്ള ലേസ് ഇട്ടിട്ടില്ല. കറക്റ്റ് ജോയിൻ്റ് വരുന്ന ഭാഗത്ത് മാത്രമാണ് ലേസ് വരെ എത്തിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ 4 ലെയർ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ലേസുമ്പോൾ ഒരു സ്റ്റിച്ച് കൂടി നമുക്ക് ചെയ്യണം. അല്ലെങ്കിൽ ഇട്ട് കഴിയുമ്പോൾ ചിലപ്പോൾ അതിങ്ങനെ പൊന്തി നിന്ന വൃത്തികേടല്ലേ. അപ്പോൾ ആ 3 ലെയറുമേ നമ്മൾ ആ സ്റ്റിച്ച് ചെയ്താൽ മതി. 4ാമത്തെ ലെയറും ആ സ്റ്റിച്ചിൻ്റെ ആവശ്യം വന്നില്ല കേട്ടോ. അത് ഏറ്റവും അടിയിലല്ലേ. അപ്പോൾ നമ്മുടെ സ്ലീവുമ്പളത്തെ സ്റ്റിച്ചിങ് ഇത് കഴിയും. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും വർക്കൊക്കെ വല്ല സ്റ്റോണോ വല്ല ഫ്ലവറോ എന്തെങ്കിലുമൊക്കെ ഒറ്റിച്ച് കൊടുക്കാനുണ്ടെങ്കിൽ ഇതിൻ്റെ ആ ഒഴിഞ്ഞെടുക്കണ ആ ഭാഗത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അത് ഒരു നല്ലൊരു ഭംഗിയായിരിക്കും. അപ്പോൾ എൻ്റെ അടുത്ത് വേറെ ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു ഫ്ലവർ മാത്രമേ ചെയ്ത് കൊടുക്കണുള്ളൂ. എനിക്ക് ആ ഡിസൈൻ ഒന്ന് ചെയിൻ സ്റ്റിച്ച് ചെയ്തെടുത്താൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ അടുത്തിൽ ബ്ലാക്ക് നൂല് ഉണ്ടായില്ല. അപ്പോൾ ആ ഡിസൈൻ ഒന്ന് ഹൈലൈറ്റ് ആയിട്ട് കിടക്കും. അവിടെ ഒരു ചെറിയൊരു പ്രിൻ്റ് ഉണ്ട്. അതിപ്പോൾ ഇങ്ങനെ കാണാൻ പറ്റണില്ല. ഞാൻ ലാസ്റ്റ് അതിൻ്റെ വ്യൂ ശരിക്കും കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഉള്ളിൽ ആ ഡിസൈനിൻ്റെ ഉള്ളിൽ ഓരോ ഫ്ലവറിൻ്റെ ഉള്ളിലും ഞാനൊരു ചെറിയ ഫ്ലവർ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഫ്ലവർ നമുക്ക് മേടിക്കാൻ കിട്ടും. ഏതാണ്ട് നിസ്സാര പൈസ ആയിട്ടേ ഉള്ളൂ, 2 രൂപ എങ്ങാണ്ട് ഉള്ളൂ ഇതിന്. ഇതിൻ്റെ ഉള്ളിലൊരു വെള്ള മുത്തുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഈ ഡിസൈൻ്റെ ഉള്ളിൽ ഇതേപോലെ വെച്ച് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യണത്. ഇത് ഈ സ്ലീവിന് എനിക്കൊരു 4 എണ്ണം വേണ്ടി വന്നുള്ളൂ. കണ്ടാ, ഇതിപ്പോൾ ഒട്ടിച്ച് കഴിയുമ്പോൾ നല്ല ഭംഗിയില്ലേ. ഞാൻ ചെയിൻ സ്റ്റിച്ചും കൂടി നമുക്ക് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ, ഹാൻഡ് എംബ്രോയിഡറിയും കൂടി അതിനകത്ത് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ ഇതിൽ നല്ല അടിപൊളിയായിരുന്നേനാ. ഇപ്പോൾ ഞാൻ ഇത്രേ ചെയ്തിട്ടുള്ളൂ.
ഇതിപ്പോൾ ഒരു നല്ല ലുക്ക് വന്നില്ല, ആദ്യത്തെ ഇതിനെക്കാട്ടിയും വെച്ച് നോക്കുമ്പോൾ നല്ല ഒരു ഭംഗി തോന്നിക്കണില്ലേ. അപ്പോൾ ഇതാണ് ഈ വീഡിയോയുടെ ഫിനിഷിങ് ലുക്ക് സ്ലീവിൻ്റെ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്ത് അറിയിക്കണേ. പിന്നെ ഇതുപോലുള്ള നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇതാണ് ഈ ചുരിദാറിൻ്റെ സൂം ചെയ്തിട്ടുള്ള ഇത്. നോക്കിയാൽ കണ്ട ആ പ്രിൻറ്റ് വന്നേക്കണ്ട. ആ പ്രിൻറ്റ് നമ്മളൊന്ന് ചെയിൻ സ്റ്റിച്ചിട്ട് ഹാൻഡ് വർക്കും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നല്ല എടുപ്പുണ്ടാവും, നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് അറിയിക്കണേ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കൂടെ ചോദിക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.